UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി. പ്രധാനമന്ത്രി നാളെ അയോധ്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് സന്ദർശനം. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. പ്രധാനമന്ത്രി നാളെ റോഡ് ഷോ നടത്തുന്ന മേഖലയും യോഗി ആദിത്യനാഥ് സന്ദർശിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ അയോധ്യയിൽ നിന്ന് ചേരുന്നു. ഗൗതം, എന്താണ് വിശദാംശങ്ങൾ? ദിനേശ്, ഇന്നിപ്പോൾ യോഗി ആദിത്യനാഥ് നാളെ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായാണ് പുണ്യനഗരിയായ അയോധ്യയിൽ എത്തിയത്. നാളെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുണ്ട്. അതോടൊപ്പം വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അയോധ്യയിലെ നാളെ നടക്കാൻ പോകുന്ന ഗ്രാൻഡ് ഷോയുടെ വിലയിരുത്തൽ അതാണ് യോഗി ആദിത്യനാഥ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ഹനുമാൻഗഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം രാമജന്മഭൂമിയിലും യോഗി ആദിത്യനാഥ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ആദ്യഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. രാമജന്മഭൂമിയിൽ ഇപ്പോഴും ബാക്കി 2 ഘട്ടം 2-3 നിലകളുടെയും അതോടൊപ്പം ശേഷമാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ, അതായത് വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും അതോടൊപ്പം തന്നെ നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ, ഈ 2 പദ്ധതികളും യോഗി ആദിത്യനാഥ് ഇന്ന് നേരിട്ടെത്തി അദ്ദേഹം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ഈ വിമാനത്താവളത്തിന് അടുത്തായാണ് ഒരു വലിയ സമ്മേളനത്തിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം സമ്മേളനത്തിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം അവിടെ വെച്ചാണ് നിർവഹിക്കുന്നത്. ഒപ്പം റോഡ് ഷോ നടക്കുന്ന റാംപത്തിലൂടെയും യോഗി ഇന്ന് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആകെ അയോധ്യ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ UP മുഖ്യമന്ത്രി കൂടി എത്തി കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങിയത്. നാളെ രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തും. എനിക്ക് പിന്നിലുള്ള ലതാ മങ്കേഷ്കർ ചൗക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒപ്പം റെയിൽവേ സ്റ്റേഷന്റെയും അതുപോലെ തന്നെ വിമാനത്താവളത്തിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അങ്ങനെ നാളെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുപരിപാടികൾ പ്രധാനമന്ത്രിക്ക് അയോധ്യയിലുണ്ട്. അതിനുശേഷം പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠയാണ്. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകും.